സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി RSSന്റെ യുവസംഗമ പരിപാടി എല്ലാ ജില്ലകളിലും നടക്കുന്നു. എറണാകുളം ജില്ലയുടെ പരിപാടി മൂവാറ്റുപുഴയിലാണ് നടക്കുന്നത്. RSS മൂവാറ്റുപുഴ സംഘജില്ലയുടെ യൂത്ത് കണക്ട് 26 യുഗാന്തർ യുവസംഗമത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ കളരിപ്പയറ്റ് പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിവരങ്ങളുമായി രേഷ്മ ബാബുവും ചേരുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നടക്കുന്ന യുവസംഗമത്തിന് മുന്നോടിയായിട്ടാണ് ഈ കളരിപ്പയറ്റ് പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, യുവസംഗമ പരിപാടിയുടെ മുന്നോടിയായിട്ടാണല്ലോ മൂവാറ്റുപുഴയിൽ ഇത്തരത്തിലൊരു കളരിപ്പയറ്റ് അഭ്യാസ പ്രകടനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. സംഗമം പരിപാടി, അതായത് യൂത്ത് കണക്ട് 2026 എന്നുള്ള പേരിൽ യുഗാന്തർ എന്നുള്ള യുവസംഗമ പരിപാടിയാണ് അല്പസമയത്തിനുള്ളിൽ നടത്താൻ പോകുന്നത്. കുറച്ചു മുൻപ് കുട്ടികളുടെ കളരിപ്പയറ്റ് നടന്നിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഭാരതാംബയുടെ ഛായാചിത്രമാണ്. ആ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചതിനു ശേഷമാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ യുവജനങ്ങളും അകത്തേക്ക് പ്രവേശിക്കുക. അവിടെ പരിപാടികളുണ്ട്, വിവിധ പരിപാടികളുണ്ട്. ഈ യുവ സംഗമ സന്ദേശം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് അവിടെ നടക്കുക. ഇവിടെ നേരത്തെ തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ദേശീയതാ ബോധം പകർന്നുകൊണ്ടൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവ സംഗമം സംഘടിപ്പിക്കപ്പെടുന്നത്. ഓരോ കുട്ടികളും ഇവിടേക്ക് എത്തിച്ചേരുന്നത് യുവസംഗമത്തിന്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് ഇതേപോലെ വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. യുവസംഗമത്തിന് മുന്നോടിയായി കേരളത്തിൻ്റെ തനത് അഭ്യാസ പ്രകടനമായ അഭ്യാസ പ്രകടനമായ കളരിപ്പയറ്റിൻ്റെ പ്രദർശനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ തനത് ആയോധന കല കൂടിയാണ് കളരിപ്പയറ്റ്. നമുക്കറിയാം, അത് പഠിക്കുന്ന നിരവധി കുട്ടികൾ ഇന്ന് കേരളത്തിലെമ്പാടുമുണ്ട്. അതിൻ്റെ പ്രോത്സാഹനം കൂടി കണക്കിലെടുത്താണ് ഈ പരിപാടിക്ക് മുന്നോടിയായി കളരിപ്പയറ്റിൻ്റെ പ്രദർശനം മൂവാറ്റുപുഴയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ പരിപാടി എപ്പോഴാണ് ആരംഭിക്കുക? RSSന്റെ യുവസംഗമ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രമുഖർ ആരെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി രേഷ്മ പറയുന്നുണ്ടാവും. രേഷ്മ, ഈ പരിപാടി എപ്പോഴാണ് ആരംഭിക്കുക? ഈ പരിപാടിയിൽ ആരെല്ലാം പങ്കെടുക്കുന്നു? കൂടുതൽ വിവരങ്ങൾ രേഷ്മ. RSS മൂവാറ്റുപുഴ സംഘജില്ലയുടെ യൂത്ത് കണക്ട് 26 യുഗാന്തർ യുവസംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. രേഷ്മ, ഈ യുവസംഗമം എപ്പോഴാണ് ആരംഭിക്കുക? ഈ പരിപാടിയിൽ ഏതെല്ലാം പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്? രേഷ്മ ബാബു. വിനോദ്, യൂത്ത് കണക്ട് 2026 യുഗാന്തർ എന്നുള്ള പേരിലാണ് യുവ സംഗമം പരിപാടി. അതായത് RSS മൂവാറ്റുപുഴ സംഘജില്ലയുടെ നേതൃത്വത്തിലാണ് യുവസംഗമം പരിപാടി നടക്കാൻ പോകുന്നത്. നേരത്തെ കുട്ടികളുടെ കളരിപ്പയറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് കരാട്ടെ ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഈ യുവജനങ്ങൾ പുഷ്പാർച്ചന നടത്തിയ ശേഷം അകത്തേക്ക് ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ്. ദേശീയതാ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത്തരം യുവസംഗമ പരിപാടികൾ ഭാരതത്തിൽ ഉടനീളം അല്ലെങ്കിൽ സംസ്ഥാനം ഉടനീളം ഒക്കെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘം നടത്തിപ്പോരുന്നത്. ഈ ആളുകളുടെ ബാഹുല്യം തന്നെ അറിയാം. കാരണം ഇത് വിദ്യാർത്ഥിനികളാണ്, സ്കൂൾ തലത്തിൽ പഠിക്കുന്നവരാണ്, കോളേജ് തലത്തിൽ പഠിക്കുന്നവരാണ്. അത്തരത്തിൽ എല്ലാ വിഭാഗത്തിലും ഉള്ള യുവതലമുറ, അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ നയിക്കപ്പെടേണ്ടവർ ഇവർ തന്നെയാണ്. ആ യുവതലമുറ ഭാരതത്തിൻ്റെതായിട്ടുള്ള ദേശീയതാ ബോധത്തിൻ്റെതായിട്ടുള്ള എല്ലാ തലങ്ങളിലേക്കും ആ പ്രവർത്തനങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ പരിപാടിയിലേക്ക് ഇത്രയധികം ആളുകൾ കടന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓരോ വിദ്യാർത്ഥിനികളും ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകുമ്പോൾ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളത്
എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഖണ്ഡ ഭാരത സ്മൃതി ദിനത്തോടനുബന്ധിച്ച് സംഘം വിവിധ ഗ്രാമജില്ലകൾ കേന്ദ്രീകരിച്ച് സംഘജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിനൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. കാരണം യുവാക്കളിലൂടെ ആയിരിക്കണം ഈ ഒരു പരമവൈഭവത്തിലേക്ക് എത്താമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള മാർഗം ഉണ്ടാകേണ്ടത്. ആ ദേശീയതാബോധവും രാഷ്ട്രബോധവും ഒക്കെ തന്നെ ഈ കാണുന്ന യുവതലമുറയിലൂടെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ പരിപാടി ആരംഭിക്കും. ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത് ദേവൻ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു യുവ സംരംഭകൻ തന്നെയാണ്. ഈ പരിപാടിയിൽ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന ആളുകളുണ്ട്, സ്കൂൾ വിദ്യാർത്ഥിനികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പരിപാടിയുടെ ഭാഗമാകുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സമകാലിക ഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ചകളാകുന്നുണ്ട് വന്ദേ മാതരത്തിൻ്റെ ഒക്കെ പ്രസക്തി. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരിപാടി. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് പറയാറുള്ളത്? അതായത് ഇപ്പം ഇന്ന് ആഗസ്റ്റ് 15 യൂത്താണ് നമ്മുടെ രാജ്യത്തിനെ ഇനി മുന്നോട്ട് നയിക്കാനുള്ളത്. അപ്പോൾ അവർക്ക് ഇത്ര നല്ലൊരു അവസരം, അതായത് നമ്മുടെ രാജ്യത്തിന് ഇത്ര നാളത്തെ വികസനം, അത് രാജ്യം വളർന്നു നിന്ന് ഘട്ടങ്ങൾ, ഇപ്പോൾ സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷമായപ്പോൾ ഇന്നത്തെ കാലത്ത് യൂത്തിനെ കൊണ്ട് മാക്സിമം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാനായിട്ട് നല്ലൊരു പ്രചോദനം ഈ ഒരു പരിപാടിയോടെ എല്ലാവർക്കും ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും അവർ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ദേശീയതാബോധം യുവതലമുറയിലേക്ക് വരണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ? അതെ, ദേശീയത, അതായത് നമുക്ക് ഏറ്റവും നമ്മുടെ സംബന്ധിച്ചോളം രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി നമുക്ക് രാജ്യം എന്നുള്ള രീതിയിലാണ്. അതിനുശേഷമാണ് ബാക്കി നമ്മുടെ രാഷ്ട്രീയമായാലും മതമായാലും വിദ്യാഭ്യാസമായാലും ബാക്കിയെല്ലാം അതിന് താഴെ വരുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രബോധമുള്ള തലമുറ വളരുക, അത്തരത്തിലുള്ള തലമുറയുടെ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിയുക. അങ്ങനെ കൈവരിട്ടത് മാത്രം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ എല്ലാ വർഷവും നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമിലൂടെ വരുന്ന യൂത്തിന് അത്തരത്തിൽ ഉയരത്തിലെത്താൻ കഴിയും. ഇതാണ് സംശയമില്ലാത്ത കാര്യം. ഓരോ വർഷവും ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ? ഓരോ വർഷം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അതായത് ഇപ്പം പഴയ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് രാജ്യത്തിൻ്റെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന രാഷ്ട്രബോധമുള്ള തലമുറകളാണ് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ആരെയും ഒഴിവാക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, അതായത് മറ്റുള്ള എല്ലാ ഇതിൽ മാറിയിട്ട് അവർക്ക് രാജ്യത്തിന് വേണ്ടി രാജ്യമെന്ന പ്രയോറിറ്റി, നമ്മുടെ ഇന്ത്യക്കാരാണ്, നമ്മൾ ഇന്ത്യൻസ് ആണ് എന്നുള്ളൊരു പ്രയോറിറ്റി കൊടുത്തിട്ട് അവർക്ക് വളരാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഇവിടെ നമ്മൾ ഒരുക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. ഓരോ വർഷവും കുട്ടികൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രബോധമുള്ള ഒരുപാട് തലമുറയിലെ കുട്ടികളിപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവർ പഴയ ആളുകളെ പോലെ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ നിറത്തിൻ്റെയോ തൊഴിലിൻ്റെയോ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി നിർത്താതെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് മാത്രം ചിന്തിച്ച് ഒരു സഹോദരങ്ങളെ പോലെ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനൊരു തുടക്കമായിട്ട് ഈ ഒരു പരിപാടിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതേ വിനോദ്, അതായത് രാഷ്ട്രവിരുദ്ധത കുത്തിവെക്കാനായിട്ട് ശത്രുക്കൾ ശ്രമിക്കുമ്പോഴും രാഷ്ട്രബോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രബോധം വളർത്തിയെടുക്കാനായിട്ട് ഇത്തരം പരിപാടികളിലൂടെ സംഘത്തിന് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അത്തരം പരിപാടികളിൽ ഇത്രയധികം കുട്ടികൾ, അതായത് വിദ്യാർത്ഥിനികൾ കടന്നു വരുമ്പോൾ ദേശീയതാബോധമുള്ള ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ള അതിൻ്റെ തെളിവ് കൂടിയാണ്. കാരണം അത്ര കണ്ട് ആളുകൾ, രക്ഷകർത്താക്കളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് തങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അത് തന്നെയാണ് യുവതലമുറ ദേശീയതയ്ക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ ഭാരതത്തെ കീറിമുറിക്കാൻ വരുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ സദാ സന്നദ്ധരാണ് എന്നുകൂടി തെളിയിക്കുകയാണ്. ദേശഭക്തി ഗാനങ്ങൾ മുഴങ്ങുന്ന ഈ പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥിനികളും എത്രത്തോളം പങ്കുകൊള്ളാൻ സാധിക്കുമോ അത്രത്തോളം അവർ വീടുകളിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. രക്ഷകർത്താക്കൾ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മൂവാറ്റുപുഴ സംഘജില്ലയുടെ നേതൃത്വത്തിലുള്ള യുവസംഗമം പരിപാടി ആരംഭിക്കും. മൂവാറ്റുപുഴ സംഘജില്ലയുടെ നേതൃത്വത്തിലാണ് RSSന്റെ യുവസംഗമ പരിപാടി മൂവാറ്റുപുഴയിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി യുവതി യുവാക്കളാണ് ഈ പരിപാടിയിലേക്ക് എത്തുന്നത്.